ആരാധനാലയങ്ങളിലുള്ള ഇത്തരം നിക്ഷേപങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കരുതൽ സ്വർണമായി കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായി തീരും. തീർച്ചയായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിന്റെ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ബ്രാഞ്ചില് ഇത് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഇത് ഗവൺമെന്റ് വിട്ടുകൊടുക്കരുത്. കാരണം ഈ ഗവൺമെന്റിനെ രാഷ്ട്രീയക്കാരെ ഒരു പരിധിക്കപ്പുറം നമ്പാനാവുകയില്ല. കാരണം ഗവൺമെന്റ് മാറി മാറി വരും, നിയമങ്ങൾ അവർ മാറ്റി എഴുതാം, ഭരണഘടന തന്നെ മാറ്റി എഴുതാം. അപ്പോ അവരിത് പുട്ടടിക്കും. അവർ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും കരുതൽ സ്വർണ്ണ നിക്ഷേപമായി ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിൽ തന്നെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. ഈ ആശയം പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല ഞാൻ. എത്രയോ പേര്, എത്രയോ സാമ്പത്തിക വിദഗ്ധർ ഇക്കാര്യം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. ഒരു പുനർവിചിന്തനം ക്ഷേത്ര അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.